പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ വീഡിയോ ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഇവിടെയും ചെറിയ ചെറിയ കൊടിയും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ബസ്സിയുടെ ഇന്തോനേഷ്യയുടെ എന്തോ റിപ്പബ്ലിക്കിൻ്റെ എന്തോ സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ കൊടിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നവർ. അപ്പോൾ നമ്മളപ്പം ജസ്റ്റ് ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറുക്കനെ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നേരെ തിരിച്ച് ഒരു കുറച്ച് അപ്പുറത്ത് മാറിയൊരു കുറച്ച് മെമ്പേഴ്സിനെയും കാര്യങ്ങളെല്ലാം കയറ്റി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ ഗ്രാഫിക്സിൽ ചെറിയ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വേറെ ഒരു ഗ്രാഫിക്സ് മോഡും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേണ്ടവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തോളുക. അപ്പോൾ ഞാനിത് ഓടിച്ചിട്ട് വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ്. വേറെ വലിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവർ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്ന എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അധികം കളിച്ചില്ല കേട്ടോ ഇത്. അതുകൊണ്ടാണ് എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇവർ മെയിൻലി ഇതിലെ വെഹിക്കിൾസ് എല്ലാം നല്ലപോലെ മാറ്റിയിട്ട് ഒരു പോലീസ് ജീപ്പ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്, KSRTC, ട്രക്ക്, അങ്ങനെയുള്ള നമ്മുടെ കേരള ടൈപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ സൈഡിലത്തെ വീടുകൾ അങ്ങനെയുള്ള ടെക്സ്ചറും കാര്യങ്ങളൊന്നും വലിയ രീതിക്ക് സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ചെയ്ത് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി ബസ്സും കാര്യങ്ങളെല്ലാം പോയിട്ട് വേണം അപ്പുറത്തോട്ട് തിരിച്ചിടാൻ. ഓക്കെ, അപ്പുറത്തെ സൈഡാണ് ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അവർ പോകാൻ വേണ്ടി നമ്മൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ഓട്ടോയും ഉണ്ട്. ഓക്കെ, ആ ഒരു ഓട്ടോയും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് പാട്ടും മേളം എല്ലാം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി കാര്യങ്ങളെല്ലാം വട്ടം വെച്ച് തിരിക്കുവാണ്. അത് തിരിച്ചിട്ട് ഇനി ആളും കാര്യങ്ങളെല്ലാം വന്നിട്ട് വേണം നമുക്കിവിടുന്ന് പോകാൻ. ഓക്കെ, അപ്പം വണ്ടി ഒന്ന് തിരിച്ചിട്ടിട്ട് ഞാൻ ബാക്കി ട്രാഫിക് മോഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് കറക്റ്റ് കയറ്റി നിർത്താം. ഓക്കെ, ഇപ്പം നോക്കട്ടെ, ആളും കാര്യങ്ങളെല്ലാം കയറാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം അവിടെ ഒതുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ട്രാഫിക് ബോർഡിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് റിലീസ് ചെയ്തേക്കുന്നത് കേരള ബസ് മോഡ് ലിവറി ആപ്പ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ വഴിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ആളെന്ന് KBC കണ്ണൂരിൻ്റെ ട്രാഫിക് മോഡ് പാക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ പക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ KSRTC ഉണ്ട്, അതുപോലെ സനയുടെ പ്രൈവറ്റ് ബസ്സുണ്ട്, ഓട്ടോ, പോലീസ് ജീപ്പ്, അങ്ങനെയുള്ള ഫോർച്യൂണർ, ചെറിയ ചെറിയ ട്രക്കും കാര്യങ്ങളും എല്ലാം നല്ല പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം നൈറ്റ് സർവീസ് ഓടുന്ന വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, മുരഹരയുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ മോഡിൻ്റെ ഈ ട്രാഫിക് മോഡിലെ വെഹിക്കിൾസിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ വരുന്ന ഗ്രാഫിക്സിലോട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കുറച്ചുകൂടി ഒരു ഡാർക്കനായിട്ട്, ബട്ട് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ക്ലാരിറ്റി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എങ്ങനെ ഒരു ETS2 ലെവൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അതും അത്യാവശ്യം നല്ല പക്ക ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളെല്ലാം. പിന്നെ മെയിൻ കാര്യം പറയുന്നത്, ഓക്കെ, നമ്മുടെ ഒരു ഇന്ത്യൻ ടൈപ്പ് കേരള ടൈപ്പ് എയർ ഹോണും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ഒച്ചയും കാര്യങ്ങളെല്ലാം പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊന്നും കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രാഫിക് മോഡിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പം ട്രാഫിക് മോഡ് വേണ്ടവർ എൻ്റെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് നോക്കി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം അതൊക്കെയാണ് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളും. അപ്പോൾ നമ്മളങ്ങനെ ഹോം ടൗണൊക്കെ കഴിഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പോയി ആളെയും കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ട് ഞാൻ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട്, അപ്പോൾ മഞ്ഞ വഴി പോണ വഴി എല്ലാം ഇഷ്ടം പോലെ തോരണങ്ങളും അതുപോലെ തന്നെ കൊടിയും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മുകളിൽ ഫിഫയുടെ മറ്റേ ഒരു വേൾഡ് കപ്പിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഫൈനലി നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ താഴെ നമ്മുടെ ഷെൽബി കൂടെ ഇട്ടിരുന്ന സ്ഥലത്താണ് അവരിപ്പോൾ സ്റ്റേജും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഞാൻ ഇനിയിപ്പോൾ ഒന്ന് റിവേഴ്സ് എടുത്ത് വണ്ടി ഇട്ടിട്ട് ആളിറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്തെ കാര്യങ്ങളും എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ വരെ വന്നപ്പോൾ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളെല്ലാം പിടിച്ചു. പക്ഷേ നമ്മളിനിയിപ്പം നമ്മുടെ ചെറുക്കനിപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കല്യാണം ഓട്ടവും ചെറിയ ചെറിയ ഓരോ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ചെറുക്കൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. ആളും കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നു. ഒരു വെൽക്കം ഡ്രിങ്ക് അങ്ങനെയുള്ള പരിപാടി സെക്ഷനിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കൊടിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കസാരയും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്.
നമ്മുടെ ഇവിടെയും തോരനും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ ഇതിനകത്ത് എന്തോ 79 എന്താ സംഭവം എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ ഇന്തോനേഷ്യയിലാണ് എന്തോ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സ്റ്റേജിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ദേ നമ്മളങ്ങനെ അവിടുന്ന് വണ്ടി കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടാക്കിയിട്ടേക്കുവാണ്. ഇനി ഇതെല്ലാം കാണിച്ചു തന്നിട്ട് വേണം ഞാൻ ജസ്റ്റ് എനിക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം കൊണ്ട് അപ്പുറത്തിടാം. ഓക്കെ. കാരണം ഇനിയിപ്പോൾ ആളും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാവും. ഇതാണ് സ്റ്റേജ് 79ാമത്തെ റിപ്പബ്ലിക് ഇന്തോനേഷ്യ. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ. അപ്പോൾ ദേ അങ്ങോട്ട് തോരണം കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലായിട്ട് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അടുത്ത് പോയി വണ്ടിയും കാര്യങ്ങളെല്ലാം മാറ്റിയിടാം ആളും വരുന്നതിന് മുമ്പ്. ഓക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.